ഹായ് ഹലോ ഫ്രണ്ട്സ്. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ബ്രോഡ്വേയിലാണ് കേട്ടോ. ഉണർന്ന് വരുന്ന ബ്രോഡ്വേ ഉണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഓഫീസിൽ പോകുമ്പോൾ ഇതുവഴി ഉണ്ട്. അപ്പോൾ ഇത് സൺഡേ ആയിട്ട് ഞാൻ രാവിലെ ഒന്ന് ഇറങ്ങിയതാണ് കേട്ടോ. എനിക്ക് ഈ ഉണരുന്ന ബ്രോഡ്വേയുടെ വീഡിയോസ് എടുക്കണമെന്നുണ്ടായിരുന്നു. അങ്ങനെ വന്നപ്പോൾ ഈ സാധനങ്ങളൊക്കെ കച്ചവടക്കാർ എടുത്ത് വെക്കുന്നത് നല്ല രസമാണ്. ഇങ്ങനെ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ഇങ്ങനെ ഓരോന്ന് വെക്കുന്നതൊക്കെ കാണാൻ അടിപൊളിയാണ്. നല്ലൊരു വൈബാണ് കേട്ടോ. അപ്പോൾ ക്രിസ്മസ് ആയതുകൊണ്ട് ക്രിസ്മസിൻ്റെ സീസണായിട്ട് സ്റ്റാറുകളും ലൈറ്റുകളൊക്കെ ഒരുപാടുണ്ട് കേട്ടോ. കുറേ ഐറ്റംസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഓരോന്ന് അവർ എടുത്ത് വെക്കണേ ഉള്ളൂ. നമ്മുടെ ബ്രോഡ്വേ ഉണർന്ന് വരുന്നേ ഉള്ളൂ. തിരക്കായിട്ടില്ല, തിരക്കായി തുടങ്ങണേ ഉള്ളൂ. അപ്പോൾ ഞാൻ കുറച്ചിങ്ങനെ രാവിലെ വന്നത് ആ പപ്പൻ്റെ തൊപ്പികളും സാന്റാക്ലോസ് അങ്ങനെ എല്ലാം റെഡിയാക്കി അവർ വെക്കുന്നുണ്ട്. കച്ചവടക്കാരൊക്കെ എല്ലാം റെഡിയായി, കസ്റ്റമേഴ്സൊക്കെ വന്ന് തുടങ്ങണേ ഉള്ളൂ. ഞാനപ്പോൾ ആ തേരപ്പര നടക്കുന്ന ബ്രോഡ്വേയിൽ ഷട്ടറൊക്കെ ഓപ്പൺ ആവണേ ഉള്ളൂ. അപ്പോൾ നല്ല രസമില്ല, തിരക്കൊന്നും ഇല്ലാത്തൊരു ബ്രോഡ്വേ ഉണ്ടാക്കണ്ട. ഓരോ ഐറ്റംസൊക്കെ കച്ചവടക്കാർ നിരത്തിയിട്ടുണ്ട്. ഇവിടെ ഞായറാഴ്ചത്തെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷോപ്പുകളെല്ലാം കുറേയൊക്കെ അടച്ചിട്ടൊക്കെയായിരിക്കും. അതിൻ്റെ ഫ്രണ്ടിൽ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു റോഡ് വഴിയോര കച്ചവടക്കാരുണ്ടാവും കേട്ടോ. കാരണം ജീൻസുകളൊക്കെ ഇടുന്നുള്ളൂ. ഇത് മേത്തർ ബസാറാണ് കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ക്രിസ്മസിൻ്റെ ടൈമിലൊന്നും കയറാനേ പറ്റില്ല കേട്ടോ. വൈകിട്ട് നല്ല തിരക്കായിരിക്കും. അപ്പം ഞാനിതാ വീണ്ടും തേരാപ്പര നടക്കുന്നു. ഇതാ പാത്രക്കടകളൊക്കെ തുറക്കുന്നു. അങ്ങനെ നമ്മുടെ രാവിലെ ഉണർന്ന് വരുന്ന എറണാകുളത്തെ നമ്മുടെ ബ്രോഡ്വേയിലെ ദൃശ്യങ്ങളാണ് കേട്ടോ. ഇത് സൂപ്പർ വൈബല്ലേ. രാവിലെ എനിക്ക് വേറെ റൂട്ടുണ്ടെങ്കിലും ഞാൻ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറിയാണ് കേട്ടോ ഓഫീസിലേക്ക് പോകുന്നത്. അപ്പോൾ വൈകിട്ട് ബ്രോഡ്വേയിലെ തിരക്കുള്ള വിശേഷങ്ങളായിട്ട് നമുക്ക് കാണാൻ